السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 204 പേജാണ് ഇന്ന് നമുക്ക് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരിങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, എല്ലാ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി 204 പേജിന്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. لا تقم فيه أبدا لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. أفمن أسس بنيانه على تقوى من الله ورضوان خير أم من أسس بنيانه على شفا جرف هار فانهار به في نار جهنم والله لا يهدي القوم الظالمين. لا يزال بنيانهم الذي بنوا ريبة في قلوبهم إلا أن تقطع قلوبهم والله عليم حكيم. إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. صدق الله العلي العظيم. സൂറത്ത് തൗബയിലെ 107 മുതൽ 111 വരെയുള്ള 5 ആയത്തുകളാണ് നമ്മൾ ഓതി വെച്ചത്. അതായത് 11-ാം ജുസ്ഇലെ 204-ാം പേജ്. മുനാഫിക്കുകളെ കുറിച്ചാണ്, അതായത് കപട വിശ്വാസികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ പേജുകളിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അവരുണ്ടാക്കിയ ഒരു പള്ളിയെക്കുറിച്ചാണ് ഇനി പറയുന്നത്. ഖുബായിൽ ഉണ്ടാക്കിയ മസ്ജിദുൽ ദിറാർ, അതിനെക്കുറിച്ചാണ് ചർച്ച. മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞാൽ ഉപദ്രവത്തിന്റെ പള്ളി, അല്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാക്കാനുള്ള പള്ളി, ഛിദ്രതയുണ്ടാക്കാനുള്ള പള്ളി എന്നൊക്കെയാണ് അർത്ഥം. മസ്ജിദുൽ ദിറാർ എന്താണ് ആ സംഭവം, ആ പള്ളി എങ്ങനെ ഉണ്ടായത് എന്നൊക്കെ നമുക്ക് നോക്കാം. മദീനയിലെ ഖസ്റജ് ഗോത്രത്തിൽ അബൂ ആമിർ എന്നു പേരുള്ള ഒരാളുണ്ടായിരുന്നു. അബൂ ആമിർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ ചെയ്ത് മദീനയിൽ വരുന്നതിന് മുമ്പേ അയാൾ അവിടെ ഉണ്ട്. ക്രിസ്ത്യാനിയായിരുന്നു, നല്ല പഠിച്ച പുരോഹിതനായിരുന്നു. മദീനക്കാർക്കൊക്കെ അയാളെ വലിയ ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയതോടെ അബൂ ആമിറിന്റെ മട്ടുമാറി. ജനങ്ങളെ തൻ്റെ വാചാലത കൊണ്ട് വശീകരിക്കുകയും അങ്ങനെ കാര്യങ്ങൾ നേടിയെടുക്കുകയുമാണ് അയാളുടെ ശൈലി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനവുമായി മദീനയിൽ വന്നപ്പോൾ ആളുകളുടെ ശ്രദ്ധ മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് മാറി. അവിടുത്തെ നേതൃത്വത്തിൽ മുസ്ലിങ്ങൾ സംഘടിച്ച് പരിശുദ്ധമായ ഇസ്ലാം ദിവസം തോറും അഭിവൃദ്ധിപ്പെട്ടു വരുന്നത് കണ്ട് സഹിക്കാൻ ഈ അബൂ ആമിറിന് കഴിഞ്ഞില്ല. അയാൾക്ക് ഭയങ്കര അസൂയ തോന്നി. ബദർ യുദ്ധം കഴിഞ്ഞതോടുകൂടി ഈ അസൂയ മൂർച്ഛിച്ചു. ഈ അബൂ ആമിർ എന്ന ആൾ എന്ത് ചെയ്തു? ശത്രുക്കളുടെ പക്ഷം കൂടി. അയാൾ രഹസ്യമായി മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോയി, ഒളിച്ചോടിപ്പോയി. ഇങ്ങനെ പോകുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിരുന്നു, ഖുർആൻ ഓതി കേൾപ്പിച്ചിരുന്നു. പക്ഷേ അയാൾ അത് കേട്ടില്ല, മുസ്ലിം ആവാൻ അയാൾ ചെവിക്കൊണ്ടില്ല.
കൂട്ടാക്കിയില്ല. ഏതായാലും അയാൾ മക്കയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യാൻ മക്കക്കാരെ ഇയാൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു. എല്ലാ സഹായങ്ങളും ഞാൻ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നതിനിടയിലാണ് ഉഹദ് യുദ്ധം നടക്കുന്നത്. ആ ഉഹദ് യുദ്ധത്തിൽ മക്കക്കാരായ ആളുകളോടൊപ്പം ഇവനും പങ്കെടുത്തു. എന്നാൽ ശത്രുപക്ഷത്ത് നിന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു. ആ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത ഇവന്റെ തന്നെ ഗോത്രത്തിലൊക്കെ പെട്ട അൻസാരികളായ സ്വഹാബികളെ പിന്തിരിപ്പിക്കാൻ ഈ ചങ്ങായി പല അടവുകളും പാറ്റി നോക്കിയിരുന്നു. പക്ഷെ ഒന്നും വിലപ്പോയില്ല. അൻസാരികളെ അനുനയിപ്പിച്ച് പാട്ടിലാക്കാൻ ശ്രമം നടത്തി. പക്ഷെ അതിന് വിപരീത ഫലമാണ് ഉണ്ടായത്. അൻസാരികൾ വഴങ്ങിയില്ല, ഇവൻ ആട്ടി പിടിക്കുകയാണ് ചെയ്തത്. യുദ്ധഭൂമിയിൽ, ഉഹദ് യുദ്ധം നടക്കുന്ന ഭൂമിയിൽ യുദ്ധത്തിന്റെ സൊഫുകൾക്കിടയിൽ അവൻ ചില കുഴികൾ ഉണ്ടാക്കി, ചതിക്കുഴികൾ. എന്നിട്ട് അതിന്റെ മുകൾ ഭാഗം മൂടി വെച്ചു, മണ്ണൊക്കെ ഇട്ടിട്ട് മൂടി വെച്ചു. അങ്ങനെയുള്ള ഒരു കുഴിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണിരുന്നു. അവിടുത്തെ തലക്ക് പരിക്ക് പറ്റിയിരുന്നു, മുഖത്തു പരിക്ക് പറ്റിയിരുന്നു, പല്ല് പൊട്ടിയിരുന്നു. അതിനൊക്കെ പിന്നിൽ ഈ ചങ്ങായിയുടെ ഈ ചതിക്കുഴികളാണ്. ഏതായാലും ഉഹദ് യുദ്ധം കഴിഞ്ഞു. അതിനുശേഷവും പരിശുദ്ധമായ ഇസ്ലാമിന് അഭിവൃദ്ധി തന്നെയാണ്, ശക്തി കൂടുകയാണ്, ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരികയാണ്. ഇയാൾക്ക് അസൂയ കൊണ്ട് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. അയാൾ അവിടെ നിന്നും പിന്നെ ഷാമിലേക്ക് പോയി. മക്കയിലൊക്കെ പോയിരുന്നു. മക്കയിൽ പിന്നെ ഉഹദിലൊക്കെ പങ്കെടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അയാൾ ഷാമിലേക്ക് പോയി. ഷാമിൽ ചെന്നിട്ട് അവിടെ റോമ ചക്രവർത്തിയുടെ ഭരണമാണ്. അങ്ങനെ ഹിറക്കൽ രാജാവിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ആ രാജാവിനോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യുദ്ധം ചെയ്യണം നിങ്ങൾ. അതിന് നിങ്ങൾ എന്നെയും സഹായിക്കണം. ഞാൻ അതിനു വേണ്ടി തയ്യാറായി വന്ന ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ എനിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും, സൈനിക സഹായവും നിങ്ങൾ ചെയ്തു തരണം. നിങ്ങളും കൂടെ വരണം. ഞാൻ എല്ലാ സഹായവും ഞാൻ അങ്ങോട്ടും ചെയ്തു തരാം. രാജാവ് പറഞ്ഞു, നോക്കട്ടെ, നമുക്ക് വേണ്ടത് ചെയ്യാം. അങ്ങനെ അയാൾ അവിടെ താമസമാക്കി, ഷാമിൽ താമസമാക്കി. അവിടെ താമസിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്തു? മദീനയിൽ ഇയാൾക്ക് ചില കൂട്ടുകാരുണ്ട്. അതായത് കപട വിശ്വാസികളായ മുനാഫിഖീങ്ങളായ ചില കൂട്ടുകാർ. അവർക്ക് ഇയാൾ എഴുത്തെഴുതി. ഷാമിൽ നിന്ന് ഈ മദീനയിലുള്ള ഇയാളെ കൂട്ടുകാരായ മുനാഫിഖീങ്ങൾക്ക് കത്തെഴുതി. എന്താ എഴുതിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ അനുയായികളെയും പരാജയപ്പെടുത്താൻ കഴിയുന്ന വലിയൊരു സൈന്യവുമായി ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അങ്ങനെ എൻ്റെ സന്ദേശങ്ങളുമായി എത്തുന്ന ആളുകൾക്ക്, ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് എൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് കൈമാറാൻ ആളുകൾ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ അവിടെ എത്തുന്ന ആളുകൾക്ക് താമസിക്കാനും ഞാൻ വരുമ്പോൾ എനിക്കും സൈന്യത്തിനും തമ്പടിക്കാനും പറ്റിയ ഒരു താവളം, ഒരു കേന്ദ്രം നിങ്ങൾ മദീനയിൽ ഉണ്ടാക്കണം. ഇങ്ങനെയാണ് കത്തിൻ്റെ ഉള്ളടക്കം. ഏതായാലും ഈ കത്ത് കൈ കിട്ടിയപ്പോൾ മുനാഫിക്കുകളായ ആളുകൾ എന്ത് ചെയ്തു? ഖുബായിൽ, അവിടെ ഉണ്ടായിരുന്ന മസ്ജിദ് ഖുബാഇന്റെ അടുത്ത്, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയ ഖുബാ പള്ളിയുടെ കുറച്ചപ്പുറത്ത്, അതിൻ്റെ അടുത്ത് തന്നെ വേറൊരു കെട്ടിടം അവരുണ്ടാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ചെന്നപ്പോൾ നമുക്കറിയാം, ആദ്യമായി ഖുബാ എന്ന സ്ഥലത്താണ് ഇറങ്ങിയത്, താമസിച്ചത്. അവിടെയാണ് ആദ്യത്തെ പള്ളി ഉണ്ടാക്കിയത്, മസ്ജിദ് ഖുബാ. മസ്ജിദ് നബവി നിർമ്മിച്ചത് പിന്നീടാണ്, അതിനുശേഷമാണ്. ഖുബായിലെ പള്ളിയിൽ അവിടുത്തെ ഒരു നിസ്കാരത്തിന് ഒരുപാട് പ്രതിഫലമുണ്ട്. മസ്ജിദ് ഖുബായിൽ ഒരു നിസ്കാരം 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും അങ്ങോട്ട് വാഹനത്തിലും നടന്നുമൊക്കെ ഖുബാ പള്ളി സന്ദർശിക്കാൻ പോകാറുണ്ടായിരുന്നു. ശനിയാഴ്ചകളൊക്കെ വിശേഷിച്ചും നമുക്കൊക്കെ ആ പള്ളി അവിടെ ചെല്ലുമ്പോൾ സന്ദർശിക്കുന്നത് മുഅക്കദായ സുന്നത്ത് കൂടിയാണ് എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. ഏതായാലും ഈ അബു ആമിറിന്റെ എഴുത്തുപ്രകാരം മുനാഫിക്കുകൾ പള്ളി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ കെട്ടിടം ഉണ്ടാക്കിയത് 12 ആളുകളായിരുന്നു എന്നാണ്. 12 ആളുകൾ കൂടിയിട്ടാണ് ഈ പള്ളി പണിതത്. അങ്ങനെ ഈ കെട്ടിടം, അതായത് ഇവരുദ്ദേശിക്കുന്ന ആ പള്ളിപ്പണി പൂർത്തിയായപ്പോൾ അവർ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക്, തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ വന്നൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ഞങ്ങൾ ഉണ്ടാക്കിയത് എന്തിനാണെന്നറിയോ? ക്ഷീണിതരായ ആളുകളുണ്ട്, രോഗികളായ ആളുകളുണ്ട്, അവർക്ക് വലിയ മഴയും തണുപ്പും ഒക്കെ ഉള്ളപ്പോൾ മറ്റു പള്ളികളിലേക്ക് പോകാൻ പ്രയാസമല്ലേ, അതുകൊണ്ട് അവർക്കൊരു ഉപകാരമാകട്ടെ എന്ന് കരുതിയാണ് ഞങ്ങളിത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങ് വന്ന് നിസ്കരിച്ചൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം, ഇതാണ് ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം ലഭിച്ചാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായല്ലോ. അതാണ് അവരുടെ ഉള്ളുകള്ളി, അവരുടെ പ്ലാൻ അതാണ്. അവരുടെ പ്ലാനുകൾ മറ്റൊക്കെ നടപ്പാക്കാൻ ഈ ഒരു അംഗീകാരം സഹായകമാകുമെന്ന് കരുതിയിട്ടാണ്, അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് യാത്രയുടെ ഒരുക്കത്തിലാണ്, തബൂക്ക് യുദ്ധത്തിന് പോകാനുള്ള തകൃതിയായ ഒരുക്കത്തിലാണ്.
അള്ളാഹു തആല നബിയെ കാത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാനിപ്പോൾ ഒരു യുദ്ധയാത്രയിലാണ്, മടങ്ങി വന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ വരാം എന്ന് പറഞ്ഞു. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോയി. തിരിച്ചു വരുന്ന സമയത്ത് മദീനയുടെ അടുത്തെത്തുന്ന ഒരവസ്ഥ, ഒരു സമയം, അതായത് ദി അവാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത്, മദീനയുടെ അടുത്താണ്. അവിടെ എത്തിയപ്പോഴേക്കും ജിബ്രീൽ അലൈഹിസ്സലാം വഹയുമായി വന്നു. എന്നിട്ട് ഈ മസ്ജിദുൽ ദിറാറിന്റെ ഈ മുനാഫിക്കീങ്ങൾ ഉണ്ടാക്കിയ ഈ പള്ളിയുടെ മുഴുവൻ ചരിത്രങ്ങളും പശ്ചാത്തലങ്ങളും പറഞ്ഞു കൊടുത്തു. മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനും കുഫ്ർ സത്യനിഷേധം ശക്തിപ്പെടുത്താനും ഖുബാ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനും മുമ്പ് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച അബൂ ആമിറിനും കൂട്ടുകാർക്കും താവളമൊരുക്കാനും ഒക്കെ വേണ്ടിയാണ് അവർ ഈ പള്ളി ഉണ്ടാക്കിയത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വഹി മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു. അതനുസരിച്ച് നബി എന്ത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം? മദീനയിൽ എത്തും മുമ്പ് തന്നെ രണ്ടാളുകളെ പറഞ്ഞയച്ചിട്ട് അത് ചുട്ടുകരിക്കാൻ കൽപ്പന കൊടുത്തു. അവർ പോയി അത് പൊളിച്ചു നീക്കി തീ വെക്കുകയും ചെയ്തു. ഇതാണ് മസ്ജിദുൽ ദിറാർ. ആയത്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. والذين اتخذوا مسجدا ضرارا وكفرا وتفريقا بين المؤمنين وإرصادا لمن حارب الله ورسوله من قبل وليحلفن إن أردنا إلا الحسنى والله يشهد إنهم لكاذبون. والذين, കപടവിശ്വാസികളിൽ തന്നെ മറ്റൊരു വിഭാഗമുണ്ട്. കപടവിശ്വാസികളെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരികയാണല്ലോ. വല്ലതിന, മറ്റൊരു വിഭാഗം ആളുകളുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. ആര്? കപടവിശ്വാസികളുടെ കൂട്ടത്തിൽ. എന്താണ് അവർ ചെയ്തത്? ഇത്തഖദു, അവർ ഉണ്ടാക്കി, മസ്ജിദൻ, ഒരു പള്ളി, ളിറാറൻ എന്ന് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഉപദ്രവിക്കുന്ന, മനസ്സിലായല്ലോ? ഒരു ബുദ്ധിമുട്ടിന്റെ പള്ളി, ഉപദ്രവത്തിന്റെ പള്ളി ഉണ്ടാക്കിയവർ, കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള പള്ളി ഉണ്ടാക്കി. മസ്ജിദൻ ളിറാറൻ, ഉപദ്രവിക്കാൻ വേണ്ടി, വകുഫ്രൻ, സത്യത്തെ നിഷേധിക്കാൻ വേണ്ടി, തഫ്രീഖൻ, ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി. ആരുടെയിടയിൽ? ബൈനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്കിടയിൽ. പിന്നെയോ വഇർസാദൻ, ഗൂഢസങ്കേതം ഉണ്ടാക്കി കൊടുക്കാനും. ആർക്ക്? ലിമൻ, ഒരാൾക്ക്, ഹാറബല്ലാഹ, അള്ളാഹുവിനോട് യുദ്ധം പ്രഖ്യാപിച്ച, വറസൂലഹു, അവന്റെ റസൂലിനോട് യുദ്ധം പ്രഖ്യാപിച്ച, മിൻ ഖബ്ല, മുമ്പേ അള്ളാഹുവിനോടും റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ച അബൂ ആമിർ. ആ അബൂ ആമിർ എന്ന പുരോഹിതന് ഗൂഢസങ്കേതം ഉണ്ടാക്കി കൊടുക്കാനും മുഅ്മിനീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും, കുഫ്രൻ, സത്യത്തെ നിഷേധിക്കാനും, ളിറാറൻ, മുസ്ലിങ്ങളെ ഉപദ്രവിക്കാനും ഒരു പള്ളി ഉണ്ടാക്കിയ ചില ആളുകൾ മുനാഫിക്കുകളുടെ കൂട്ടത്തിലുണ്ട്. മനസ്സിലായല്ലോ? ഇത്തഖദു, അവരുണ്ടാക്കി, മസ്ജിദിന് പള്ളി ഉണ്ടാക്കി. എന്തിന്? ളിറാറൻ, മുസ്ലിമീങ്ങളെ ഉപദ്രവിക്കാൻ. പിന്നെ വകുഫ്രൻ, പിന്നെ വതഫ്രീഖൻ, പിന്നെ വഇർസാദൻ. ഇതിനൊക്കെയാണ് അവര് പള്ളി ഉണ്ടാക്കിയത്. ഇർസാദ് എന്ന് പറഞ്ഞാൽ ഒരു സങ്കേതം ഉണ്ടാക്കി കൊടുക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ, പ്ലാനുകളൊക്കെ നടപ്പാക്കാൻ വേണ്ടി ഒരു പിന്നെ ഗൂഢമായ സങ്കേതം ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, വലയഹലിഫുന്ന, അവർ സത്യം ചെയ്ത് പറയും, ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന, നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. ഞങ്ങൾ നല്ല ഉദ്ദേശത്തിന് മാത്രമാണ് പള്ളി ഉണ്ടാക്കിയത് എന്ന് അവർ പലവട്ടം സത്യം ചെയ്ത് പറയും. വലയഹലിഫുന്ന, അവർ സത്യം ചെയ്ത് പറയും, ഇൻ അറദ്നാ ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നന്മയല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു തആല യശ്ഹദു ഇന്നഹും ലകാദിബൂൻ, അവർ നുണ പറയുക തന്നെയാണ് എന്ന് അല്ലാഹു തആല സാക്ഷ്യം വഹിക്കുകയാണ്. ഈ പള്ളി നിർമ്മാണം എന്തിനായിരുന്നു എന്ന് അക്കമിട്ട് അല്ലാഹു തആല എണ്ണി പറയുകയാണ്. ളിറാറൻ വകുഫ്രൻ. ളിറാറിന്, ഒന്ന് ഉപദ്രവം ഉണ്ടാക്കാൻ, സത്യവിശ്വാസികളായ ആളുകൾക്ക് പൊതുവെയും ഖുബായിലെ മുഅ്മിനീങ്ങൾക്ക് വിശേഷിച്ചും ഉപദ്രവം ഉണ്ടാക്കുന്ന പള്ളി. പിന്നെ എന്താണ്? അവരെ തകർക്കാനാണ് ഇവിടെ പ്ലാൻ നടക്കുക. അതന്നെ. വകുഫ്രൻ, അവിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിച്ച പള്ളിയാണത്. സത്യവിശ്വാസത്തിനെതിരെ പ്രവർത്തിച്ച് അവിശ്വാസം ശക്തിപ്പെടുത്താൻ വേണ്ടി സ്ഥാപിതമായ പള്ളി. 3 തഫ്രീഖൻ ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ. ഖുബാ പള്ളിയിൽ പോകാറുള്ള മുസ്ലിങ്ങളിൽ ചിലരെങ്കിലും അങ്ങോട്ട് പോകുമല്ലോ, എന്നിട്ട് ഐക്യം തകർക്കാൻ. വഇർസാദൻ ലിമൻ ഹാറബല്ലാഹു വറസൂലഹു മിൻ ഖബ്ൽ, മുമ്പ് അല്ലാഹുവിനും റസൂലിനും യുദ്ധം നടത്തിയ ആളുകൾക്ക്, അബൂ ആമിർ അടക്കമുള്ള ആളുകൾക്ക് സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കാൻ. അതായത് ഈ അബൂ ആമിറിനും അവന്റെ ആൾക്കാർക്കും ഇസ്ലാമിനെതിരെ യുദ്ധം നടത്താനും കപടവിശ്വാസികൾ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന എല്ലാ പദ്ധതികൾക്കും ഒരു രഹസ്യ കേന്ദ്രം തയ്യാറാക്കി
എന്നിട്ട് അതിനെ പള്ളി എന്ന് പേര് വെച്ച് സത്യാവസ്ഥ മറച്ചു പിടിക്കുക. ഇതാണ് അവരുടെ ഉദ്ദേശം. വലയഹ്ലിഫുന്ന ഇൻ അറദനാ ഇല്ലൽ ഹുസ്നാ. എന്നാലും നിസ്കാരം പോലെയുള്ള നല്ല കാര്യങ്ങളെ ഉദ്ദേശിച്ച് പാവപ്പെട്ട ആളുകൾക്കും രോഗികൾക്കും വയ്യാത്തവർക്കൊക്കെ മഴയത്തും വെയിലത്തും നടക്കാനൊക്കെ ബുദ്ധിമുട്ട് അവരെന്ന് കരുതിയിട്ട് ഞങ്ങൾ നിസ്കാരത്തിന് ഒരു സൗകര്യം ഒരുക്കിയതാണ് എന്നൊക്കെ അവരങ്ങനെ എന്താവും, അവർ കള്ളസത്യം ചെയ്ത് പറയും. അതുകൊണ്ട് ഇനി അള്ളാഹു തആല പറയാണ്, നബിയെ നിങ്ങൾ അങ്ങോട്ട് പോയി അവിടെ നിസ്കരിക്കരുത്. അടുത്ത ആയത്തിൽ അതാ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഒരിക്കലും അവിടെ പോയി നിസ്കാരം നടത്തരുത്. നിങ്ങൾ നിസ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായ പള്ളി ആദ്യമേ തഖ്വയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിതമായ ഖുബായിലെ ഒന്നാമത്തെ പള്ളിയാണ്. നിങ്ങൾ അവിടെ പോയാൽ മതി. ഈ അബൂ ആമിറില്ലേ, ഇയാൾക്ക് പിന്നെ എന്താ സംഭവിച്ചെന്നറിയോ? ഇയാൾ പിന്നീട് ഷാമിൽ വെച്ച് തന്നെ മരണപ്പെട്ടു എന്നാണ്. ഒറ്റപ്പെട്ട് ആരാരും തിരിഞ്ഞു നോക്കാനില്ലാതെ എല്ലാവരും മാറ്റി നിർത്തപ്പെട്ട് മരണപ്പെടുകയാണ് ഉണ്ടായത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾക്കെതിരെ അങ്ങനെ ദുആ ചെയ്തിരുന്നു അത്രേ. ഇത്രയും ഭിന്നിപ്പൊക്കെ ഉണ്ടാക്കിയതിന്, ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ പേരിൽ അയാൾക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിരുന്നു. അങ്ങനെ ഒറ്റപ്പെട്ട് മരണപ്പെടുകയാണ് ഉണ്ടായതെന്ന് ചരിത്രത്തിൽ കാണാം. നമ്മൾ 100-ാമത്തെ ആയത്തിലേക്ക് കടക്കുകയാണ്. ആ മസ്ജിദുൽ ളിറാർ, ആ പള്ളി നിർമ്മിച്ച ആളുകൾ അശുദ്ധരാണ്. ഖുബാ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകൾ ശുദ്ധന്മാരാണ്, ശുദ്ധി ഇഷ്ടപ്പെടുന്ന മഹാപുരുഷന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ വരുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള മസ്ജിദുൻ നബവിയിൽ നിന്ന് ഏകദേശം 4.5 കിലോമീറ്റർ അകലെയുള്ള ഖുബായിൽ ഇറങ്ങിയിരുന്നു. കുറച്ച് ദിവസം അവിടെ താമസിച്ചിരുന്നു. അപ്പോഴാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ പള്ളി ഖുബായിൽ അല്ലാഹു തആലാന്റെ റസൂൽ പണിതത്. ആ പള്ളിയാണ് മസ്ജിദ് ഖുബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെയാണ് ഒരു നിസ്കാരത്തിന് ഉംറയുടെ പ്രതിഫലമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് പോയതും പിന്നെ അവിടെ ഇപ്പൊ നിലവിലുള്ള മസ്ജിദുൻ നബവി പണിതത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പള്ളിയിലേക്ക് ഇടക്കിടക്ക് വന്നിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ഈ ഒരു പള്ളിയുടെ പ്രാധാന്യം പ്രത്യേകം അള്ളാഹു എടുത്തു പറയുകയാണ്. ആ പള്ളിയിൽ സമ്മേളിക്കാറില്ല സത്യവിശ്വാസികൾ, ശുദ്ധി നേടാൻ ആഗ്രഹിക്കുന്നവരാണ്, അങ്ങനെയുള്ളവരെ അള്ളാഹു ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അടുത്ത ആയത്തിൽ അള്ളാഹു വിവരിച്ചു തരുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വാ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അളീം. ലാ തഖും ഫീഹി അബദാ. നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഒരിക്കലും ആ പള്ളിയിൽ നിസ്കരിക്കരുത്. ലാ തഖും, അങ്ങ് നിസ്കരിക്കരുത്, ഫീഹി, ആ പള്ളിയിൽ, അബദൻ, ഒരിക്കലും. പിന്നെ എവിടെ നിസ്കരിക്കേണ്ടത്? അങ്ങ് ലമസ്ജിദുൻ ഉസ്സിസ അലാ തഖ്വ, തഖ്വയുടെ മേൽ സ്ഥാപിതമായ ഒരു പള്ളിയാണ്. മിൻ അവ്വലി യൗമിൻ, തുടക്കം മുതലേ, ഒന്നാമത്തെ ദിവസം മുതലേ തഖ്വയുടെ മേൽ അധിഷ്ഠിതമായ ഒരു പള്ളിയാണ്. അഹഖു, ഏറ്റവും അവകാശപ്പെട്ടത്, അൻ തഖൂമ ഫീഹി, താങ്കൾ നിസ്കരിക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഏത് പള്ളിയാണ്? ആദ്യമേ തഖ്വയുടെ മേൽ സ്ഥാപിതമായ പള്ളിയാണ്. എന്താണ് ആ പള്ളിയുടെ പ്രത്യേകത? ഫീഹി, ആ പള്ളിയിലുണ്ട്, റിജാലുൻ, ചില പുരുഷന്മാരുണ്ട്, യുഹിബ്ബൂന, അവർ ഇഷ്ടപ്പെടുന്നു, അൻ യതതഹറൂ, ശുദ്ധരാവാൻ, വിശുദ്ധരാവാൻ ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ ആ പള്ളിയിലുണ്ട്, ചില പുരുഷന്മാർ ആ പള്ളിയിലുണ്ട്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹ്ഹിരീൻ, അല്ലാഹുവിന് പരിശുദ്ധന്മാരെ വലിയ ഇഷ്ടമാണ്. അള്ളാഹു പരിശുദ്ധന്മാരെ സ്നേഹിക്കുന്നു. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ, ശുദ്ധരാവാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവിശ്വാസത്തിൽ നിന്ന് ശുദ്ധരാവാൻ, കാപട്യത്തിൽ നിന്ന് ശുദ്ധരാവാൻ, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ശുദ്ധരാവാൻ, ഇങ്ങനെ ആത്മീയമായ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ശുദ്ധിയായി ആത്മീയമായ ശാരീരികമായ മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധരാവാൻ ഇഷ്ടപ്പെടുന്ന പുരുഷന്മാർ അവിടെയുണ്ട്. ഇത് പ്രത്യേകം പറയാൻ കാരണം എന്നുള്ളതാണ്. കാരണം ഈ ഖുബായിലെ ആളുകൾ വൃത്തിയുടെ കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു അത്രേ. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഖുബായിലെ ആളുകൾ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അവരെ ഇങ്ങനെ പ്രശംസിച്ചത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് അന്നെല്ലാം വൃത്തിയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് വെള്ളത്തിന് ക്ഷാമമുള്ള ഒരു സമയമാണ്. അപ്പോൾ മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷം ഈ സാധാരണ കല്ലുകൊണ്ടോ മറ്റോ ഒക്കെ വൃത്തിയാക്കുന്ന സമ്പ്രദായമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ ഖുബായിൽ ആളുകൾ എന്ത് ചെയ്യും? ഖുബായിൽ ആളുകൾ അവർ ഈ കല്ലുകൾ ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അതുകൊണ്ട് മതിയാക്കാതെ വെള്ളം കൂടി
ഉപയോഗിച്ച് വൃത്തിയാക്കുമായിരുന്നു എന്ന് പ്രത്യേകമായി പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് അള്ളാഹു തആല അവരെ പ്രത്യേകമായി എടുത്തിങ്ങനെ പ്രശംസിക്കാൻ കാരണം. അറബികൾക്കിടയിൽ സാധാരണ പതിവ് കല്ലോ മറ്റോ കൊണ്ട് വൃത്തിയാക്കലാണ്. അപ്പോൾ ഖുബായിലെ ആളുകൾ അതുകൊണ്ട് മതിയാക്കാതെ ഇങ്ങനെ കൂടി ചെയ്തിരുന്നു അത്രേ. ഈ പല ഹദീസുകളിലും ഇത് സംബന്ധമായി റിപ്പോർട്ടുകളുണ്ട്. ആ ഹദീസുകൾ നോക്കി ഇങ്ങനെ മനസ്സിലാക്കാവുന്നതുമാണ്. ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു. ഖുബാ പള്ളിയിൽ നിസ്കരിക്കുന്ന ആളുകൾ പുരുഷന്മാരാണ് എന്ന് പ്രത്യേകം പറഞ്ഞത് സ്ത്രീകളെ ഒഴിവാക്കാനാണ് എന്ന് ചില മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം സ്ത്രീകൾ ജുമാക്കോ ജമാഅത്തിനോ പള്ളിയിൽ പോകേണ്ടവരല്ലല്ലോ, അവർക്ക് അവരുടെ വീട് തന്നെയാണ് ഉത്തമം എന്ന് ഹദീസുകളിലും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത ആയത്തിലേക്ക് കടക്കുകയാണ്, 109-ാമത്തെ ആയത്ത്. ഇനി ഒരു താരതമ്യ പഠനമാണ്. ഒരു ഉദാഹരണം പറഞ്ഞു തന്ന് അല്ലാഹു തആല നമുക്കൊരു വിഷയം മനസ്സിലാക്കി തരികയാണ്. തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി, അതിൻ്റെ ആളുകൾ, അവരോട് മസ്ജിദുൽ ളിറാറിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആളുകളെ താരതമ്യം ചെയ്യുക. മസ്ജിദുൽ ഖുബ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയാണ്. ആ പള്ളിയോട് മസ്ജിദുൽ ളിറാറിനെയും ഈ മസ്ജിദ് ഖുബയിലുള്ള ആളുകളെ മസ്ജിദുൽ ളിറാർ ഉണ്ടാക്കിയ ആളുകളോടും തമ്മിൽ താരതമ്യം ചെയ്യുക. തികച്ചും വിരുദ്ധമായ അവസ്ഥയാണ് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. അത് മനസ്സിലാക്കി തരുന്ന ഒരു ഉദാഹരണമാണ് അല്ലാഹു തആല പറയുന്നത്. അതായത് ശക്തമായ ഒരു അടിത്തറ കെട്ടി നല്ല ഫൗണ്ടേഷൻ ഇട്ട് അതിൻ്റെ മേൽ കെട്ടിപ്പടുത്തൊരു ബിൽഡിംഗ്, അത് പൊളിഞ്ഞു വീഴാതെ കേടുപാട് കൂടാതെ ഒരുപാട് കാലം സുരക്ഷിതമായി നിലനിൽക്കും അല്ലേ? നമുക്കതറിയാം. ഇങ്ങനെയാണ് പള്ളികൾ. അതായത് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയുടെ, അള്ളാഹുവിൻ്റെ പ്രീതി ലഭിക്കുന്ന മോഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ പള്ളികൾ ഈ കെട്ടിടങ്ങൾ പോലെയാണ്. അല്ലെങ്കിൽ അതുപോലെയുള്ള കെട്ടിടങ്ങൾ ഈ ഉറപ്പുള്ള ഫൗണ്ടേഷന് ഉണ്ടാക്കിയ കെട്ടിടങ്ങൾ പോലെയാണ്. എന്ന് പറഞ്ഞാൽ അതെന്നും നിലനിൽക്കും. അതിൻ്റെ പരിശുദ്ധിക്കോ പവിത്രതക്കോ കോട്ടം തട്ടാതെ നിലനിൽക്കും. അത് നേരെ മറിച്ച് വല്ല പുഴയുടെ വക്കിലോ പൊട്ടക്കിണറിൻ്റെ വക്കിലോ മണ്ണിടിഞ്ഞിട്ട് ഉൾഭാഗം പൊള്ളയായി നിൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഏതവസരത്തിലും പൊളിഞ്ഞു വീഴാനിടയുള്ള മണ്ണിൻ്റെ തിട്ടയുടെ അരികിലോ ഒരു കെട്ടിടം പണിത് എന്തായിരിക്കും അവസ്ഥ? ആ കെട്ടിടവും ആ സ്ഥലവും അതിൽ ആൾക്കാരും അടക്കം ഏത് നിമിഷവും വീണ് തകർന്ന് തരിപ്പണമാവാം. കാരണം ഉറപ്പില്ലാത്ത ഫൗണ്ടേഷനാണ്, അടിയിൽ മണ്ണില്ല. പുഴയുടെ വക്കിലാണ്, അതിൽ അടിയത്തെ മണ്ണ് പോയിട്ടുണ്ട്. പൊട്ടക്കിണറിന്റെ വക്കിലാണ്, അടിയിൽ ഉള്ളു പൊള്ളയാണ്, മണ്ണിടിഞ്ഞിട്ട് ഉൾഭാഗം പൊള്ളയായി നിൽക്കുന്ന സ്ഥലത്താണ്. ഇതുപോലെയാണ് കപടവിശ്വാസികളുടെ ഈ പുതിയ പള്ളിയുടെ കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞ ആ കെട്ടിടം പൊളിഞ്ഞു വീഴുന്നത് ആ കരയുടെ താഴെയുള്ള പുഴയിലേക്കോ കിണറിലേക്കോ ആയിരിക്കും എങ്കിൽ കപടവിശ്വാസികൾ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുടെ കലാശം നേരെ നരകത്തിന്റെ തീയിലേക്കായിരിക്കും എന്നേ വ്യത്യാസമുള്ളൂ. അപ്പൊ രണ്ട് കെട്ടിടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏത് കെട്ടിടമാണ് നല്ലതെന്ന് പറയേണ്ടതില്ലല്ലോ. നല്ല ഫൗണ്ടേഷൻ ഇട്ട് തഖ്വയുടെ മേൽ ഉണ്ടാക്കിയ ഒരു കെട്ടിടം, അല്ലെങ്കിൽ അതുപോലെയുള്ള പള്ളികൾ, അതൊന്നുമില്ലാതെ ഉണ്ടാക്കിയ ഒരു കെട്ടിടം മസ്ജിദുൽ ളിറാർ പോലെ ഏതാണ് നല്ലത് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യത മനസ്സിലായി കാണും. മസ്ജിദുൽ ളിറാർ അങ്ങനെ തകരുകയും ചെയ്തു എന്നാണ്. ഖുബായിലെ പള്ളിയോ ഇന്നും ഒരു കേടുപാടുമില്ലാതെ ഉഷാറായി തലയുയർത്തി നിൽക്കുന്നു. മസ്ജിദുൽ ളിറാർ അന്നേ ചുട്ടുകരിച്ച് കളഞ്ഞിട്ടുണ്ട് അല്ലേ? മുനാഫിഖുകൾ നിർമ്മിച്ച ആ പള്ളി പോയിട്ടുണ്ട്. അത് അങ്ങനെ അന്ന് നശിപ്പിച്ചതിന് ശേഷം പിന്നീട് അത് പുനർനിർമ്മിക്കാനോ മറ്റോ അതിനുശേഷമുള്ള പിൻഗാമികളൊന്നും തയ്യാറായിട്ടില്ല. ആ സ്ഥലം പിന്നീട് ചപ്പുചവറുകൾ വാരിയിടുന്ന സ്ഥലമായി മാറിയെന്നാണ്. നോക്കാം നമുക്ക് 109-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹി വറിദ്വാനിൻ ഖൈറുൻ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വാ മിനല്ലാഹ്, അല്ലാഹുവിലുള്ള ഭയപ്പാടിലും വറിദ്വാനിൻ സംതൃപ്തിയിലുമായി ഒരാൾ അസ്ഥിവാരം ഉറപ്പിച്ച് കെട്ടിടം പണിതു. അഫമൻ അസ്സസ ബുനിയാനഹു, ഒരാൾ തൻ്റെ കെട്ടിടത്തിന് നല്ല അസ്ഥിവാരം ഇട്ടു, ഫൗണ്ടേഷൻ ഇട്ടു. അസ്സസ എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ഥാപിച്ചു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ബുനിയാൻ കെട്ടിടം. ഒരാൾ തൻ്റെ കെട്ടിടത്തിന് അസ്ഥിവാരം ഇട്ടു. എന്തിന്മേൽ? അലാ തഖ്വാ മിനല്ലാഹി, അള്ളാഹുവിനോടുള്ള തഖ്വയുടെ മേൽ, വറിദ്വാനിൻ, അള്ളാഹുവിന് തൃപ്തി വേണമെന്ന ആഗ്രഹത്തിലും.
അങ്ങനെ വിട്ട ഒരാളാണോ ഖൈറുൻ ഏറ്റവും നല്ലത്, അം അല്ല മൻ അസ്സസ ബുന്യാനഹു ഒരാൾ തൻ്റെ കെട്ടിടത്തിന് അസ്ഥിവാരം ഇട്ടു അലാ ഷഫാ ജുറുഫിൻ, അലാ ഷഫാ ജുറുഫിൻ, ഷഫ എന്ന് പറഞ്ഞാൽ വക്കത്ത്, ഓരത്ത്. എന്തിൻ്റെ വക്കത്ത്? ജുറുഫിൻ, ഒരു പുഴയുടെ അല്ലെങ്കിൽ തിണ്ണയുടെ അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൻ്റെ വക്കത്ത് ഒരാളൊരു കെട്ടിടമുണ്ടാക്കി. എന്നിട്ട് ഹാരിൻ അലാ ഷഫാ ജുറുഫിൻ, ഒരു പുഴയുടെ വക്കത്ത് കെട്ടിടത്തിന് അസ്ഥിവാരമിട്ടുള്ള കെട്ടിടമുണ്ടാക്കി. ഹാരിൻ പൊളിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ പൊളിഞ്ഞു വീഴാറായ, ഐ സാക്കിത്തിൻ എന്നർത്ഥം. ഹാരിൻ എന്ന് പറഞ്ഞാൽ സാക്കിത്തിൻ, പൊളിഞ്ഞു വീഴാറായ തിണ്ണയുടെ അല്ലെങ്കിൽ പൊട്ടക്കിണറ്റിൻ്റെ അല്ലെങ്കിൽ പുഴയുടെ വക്കിൽ ഒരാളൊരു കെട്ടിടമുണ്ടാക്കിയതുപോലെ അയാളാണോ ഖൈർ? അതല്ല, തഖ്വയുടെ മേൽ അടിസ്ഥാനപരമായി നല്ല ഫൗണ്ടേഷൻ ഇട്ട പള്ളിയാണോ നല്ലത്? അതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയ ആളാണോ ഖൈർ? അതല്ല, ഇങ്ങനെ പുഴവക്കത്തോ ഉള്ളുപൊള്ളയായ മണൽത്തിട്ടയുള്ള പുഴയുടെ വക്കത്തോ കിണറ്റിൻ്റെ വക്കത്തോ ഒക്കെ കെട്ടിടമുണ്ടാക്കിയ ആളാണോ ഖൈർ എന്നാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഇതിനെന്തേ ആൾ സംഭവിച്ചത്? ആ പുഴയുടെ വക്കത്തുണ്ടാക്കിയ കെട്ടിടത്തിന് എന്ത് സംഭവിച്ചു? ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം, ഫൻഹാറ ബിഹി, അങ്ങനെ അത് അയാളെയും കൊണ്ട് കൂപ്പുകുത്തി. ഫീ നാരി ജഹന്നം, ജഹന്നമിൻ്റെ തീയിൽ, നരകത്തിൻ്റെ തീയിൽ. ആ കെട്ടിടം ഫൻഹാറ, അത് തകർന്നു വീണു, അത് കൂപ്പുകുത്തി. ബിഹി, അയാളുമായി, അതുണ്ടാക്കിയ ആളുമായി. എവിടേക്ക്? ഫീ നാരി ജഹന്നം, നരകത്തിൻ്റെ തീയിലേക്ക്. നമ്മൾ നേരത്തെ എൻ്റെ ആശയം പറഞ്ഞല്ലോ, മുനാഫിക്കുകൾ ഉണ്ടാക്കിയ ആ പള്ളി അത് തകർന്നു പോയി. അതോടൊപ്പം അതിലുള്ള ആളുകളൊക്കെ എങ്ങോട്ടാണ് തകർന്നു വീഴുന്നത്? നരകത്തിലേക്കാണ് സത്യത്തിൽ അവർ വീഴുന്നത്. പുഴയുടെ വക്കത്തുണ്ടാക്കിയ പള്ളി തകർന്നു വീഴുന്നത് പുഴയിലേക്കായിരിക്കും എന്നതുപോലെ ഇവർ തകർന്നു വീഴുന്നത് നരകത്തിലേക്കാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ ആളാണോ ഖൈറുൻ, ഉത്തമൻ, അമ്മൻ അസ്സസ, അതല്ല മറ്റേ നിലക്കുണ്ടാക്കിയ ആളാണോ ഉത്തമൻ? ഇതാണ് അല്ലാഹു തആല ചോദിക്കുന്നത്. ഷഫ എന്ന് പറഞ്ഞാൽ വക്ക്, തെല്ല് എന്നൊക്കെ പറയില്ല, ഓരം എന്നൊക്കെ. ജുറുഫിൻ അതിന് 2-3 അർത്ഥമുണ്ട്. പുഴയുടെ അർത്ഥം വെക്കാം, തിണ്ണയുടെ വെക്കാം, പൊട്ടക്കിണറ്റിനൊക്കെ വെക്കാം. ഉള്ളുപൊള്ളയായ, ഉള്ളിലൊന്നുമില്ലാതെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന, അയ്മൺ നിന്ന് അടിക്കാൻ പോകും, അങ്ങനത്തെ സ്ഥലം ഉണ്ടാവുമല്ലോ. മണ്ണ് ഈ പുഴയുടെ വക്കത്തൊക്കെ ഉണ്ടാകും. ഇങ്ങനെ മണലും മണ്ണൊക്കെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പോയി വെള്ളം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തകരാൻ പാകത്തിൽ നിൽക്കുന്ന ഭാഗങ്ങൾ ആണ് ജുറുഫിൻ എന്ന് പറയും. ഹാരിൻ എന്ന് പറഞ്ഞാൽ വീഴാറായ, പൊളിഞ്ഞു വീഴാറായ. ഫൻഹാറ, എന്നിട്ട് അതുമായി ബിഹി, ആളുകളുമായി പൊളിഞ്ഞു വീണു. 110-ാമത്തെ ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. മുനാഫിക്കുകൾ ആ പള്ളി നിർമ്മിച്ചത് തന്നെ അവരുടെ നിഫാഖ് കൊണ്ടുണ്ടായ ഒരു അസ്വസ്ഥതയുടെ പേരിലാണ്. മുനാഫിക്കുകൾക്ക് എപ്പോഴും അസ്വസ്ഥതയാണ്, സുഖം ഉണ്ടാവില്ല. അത് പൊളിച്ചപ്പോൾ എന്താ സംഭവിച്ച്? അവരെ ബേജാറ് കൂടുകയാണ് ചെയ്തത്. എന്താ ബേജാറ് കൂടാൻ കാരണം? പഠിച്ച റബ്ബേ, ഇനി എന്തൊക്കെ ഉണ്ടാവുക, ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക, എന്തൊക്കെ നടപടികളാണ് നേരിടേണ്ടി വരിക, ഇങ്ങനെ അവരുടെ പേടിയും ആശങ്കയും അസ്വസ്ഥതയും കൂടുകയാണ് ചെയ്തത്. അല്ലാഹു തആല പറയാണ്, അത് അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അവരുടെ ഹൃദയം നിലവിലുള്ള കാലത്തോളം, അതായത് അവർക്ക് ജീവനുള്ള കാലത്തോളം ആ പേടിയും അസ്വസ്ഥതയും അവരെ വിട്ടുമാറാൻ പോകുന്നില്ല എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ലാ യസാലു ബുന്യാനുഹും അല്ലദീ ബനൗ റീബതൻ ഫീ ഖുലൂബിഹിം ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും വല്ലാഹു അലീമുൻ ഹകീം. ലാ യസാലു ബുന്യാനുഹും, അവരുടെ ആ കെട്ടിടം ആയിക്കൊണ്ടേയിരിക്കും. അല്ലദീ ബനൗ, അവരുണ്ടാക്കിയ ആ കെട്ടിടം ആയിക്കൊണ്ടേയിരിക്കും. റീബത്തൻ, ആശങ്കയായി തന്നെ നിലനിൽക്കും, ഒരു അസ്വസ്ഥതയായി തന്നെ നിലനിൽക്കും. ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ. ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും, ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും, അവരുടെ ഹൃദയം ഛിന്ന ഭിന്നമാകും വരെ. എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയം പൊട്ടിമുറിഞ്ഞു പോയി കഷ്ണങ്ങളാവുന്നത് വരെ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എപ്പോഴും മരിക്കുന്നത് വരെ, അവരുടെ ജീവൻ പോകുന്നത് വരെ അവർക്ക് അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലാ യസാലു ബുന്യാനുഹും അല്ലദീ ബനൗ റീബതൻ ഫീ ഖുലൂബിഹിം, അവരുണ്ടാക്കിയ കെട്ടിടം സ്വന്തം ഹൃദയങ്ങളിൽ അവ കഷ്ണം കഷ്ണമായി പോകുന്നത് വരെ. ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണമായി പോകുന്നത് വരെ. റീബത്തൻ, റീബത്ത് എന്ന് പറഞ്ഞാൽ ആശങ്ക, ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നതാണ്. ലാ യസാലു എന്ന് പറഞ്ഞാൽ ആയിക്കൊണ്ടേയിരിക്കും, നിലനിൽക്കും എന്നർത്ഥം. വല്ലാഹു അലീമുൻ ഹകീം, അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും, ഹൃദയം കഷ്ണം കഷ്ണമായി പോവുക എന്ന് പറഞ്ഞാൽ അവർ മരിച്ചു പോവുക എന്നർത്ഥം. പള്ളി നിർമ്മിച്ചുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ നടപടിയാണ് നേരിടേണ്ടി വരിക എന്നൊരു ബേജാറില്ലേ, ആ ബേജാർ മരണം വരെ അവരെ വിട്ടുപോകൂല എന്നാണ് ആയത്തിൻ്റെ ആശയം.
111 ആയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി പറയുന്നത് സത്യവിശ്വാസികളുടെ ജീവനും സ്വത്തുക്കളും അള്ളാഹുവിനുള്ളതാണ് എന്നാണ്. അവൻ നിർദ്ദേശിക്കുന്ന മാർഗത്തിൽ അവ ഉപയോഗിക്കാനാണ് ഒരു വിശ്വാസി മുന്നിട്ട് വരിക. അങ്ങനെ ഉപയോഗിച്ചാൽ അതിന് പ്രതിഫലമായി അള്ളാഹു തആല പകരം നൽകുന്നത് സ്വർഗവുമാണ്. അതെ, സ്വർഗത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആരും കണ്ടിട്ടില്ലാത്ത, ആരും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും വിഭാവനം ചെയ്യാനോ സങ്കല്പിക്കാനോ പോലും കഴിയാത്ത സ്വർഗം, അതിമഹത്തായ അനുഗ്രഹങ്ങളുടെ ലോകമായ സ്വർഗം. അതാണ് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അള്ളാഹുവും സത്യവിശ്വാസികളും തമ്മിലുള്ള ഒരു ഇടപാടായിട്ടാണ് ഈ വിഷയം ഇവിടെ ഇനിയുള്ള ആയത്തിൽ അള്ളാഹു തആല അവതരിപ്പിക്കുന്നത്. ഇടപാടുകാരൻ ആരാണ്? അള്ളാഹു. അവൻ വില കൊടുത്ത് മേടിക്കുന്നത് ആ മുഅ്മിനീങ്ങളുടെ ദേഹവും ധനവുമാണ്. അഥവാ അത് രണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ വിനിയോഗിക്കണം. അള്ളാഹു നിർദ്ദേശിക്കുന്ന മാർഗം ചിലപ്പോൾ ശത്രുക്കളോട് നേരിട്ടുള്ള യുദ്ധമായിരിക്കും, ചിലപ്പോൾ ശത്രുവിൻ്റെ കൈയാൽ കൊല്ലപ്പെട്ടു എന്ന് വരും, മറ്റു ചിലപ്പോൾ തിരിച്ചു സംഭവിക്കാം. അത് രണ്ടായാലും സത്യവിശ്വാസികൾക്ക് ജയമാണ്. ഇനി അത് അള്ളാഹു നിർദ്ദേശിച്ച വഴിയിൽ ആ സമ്പത്ത് ചെലവഴിച്ചില്ലെങ്കിലോ എന്തായാലും അയാളെ ജീവനും സ്വത്തൊക്കെ ഒരിക്കൽ ആൾക്ക് ഒഴിവാക്കി ഇവിടുന്ന് പോകേണ്ടി വരും. അപ്പോൾ സ്വർഗം നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, നരകശിക്ഷ ഏൽക്കേണ്ടി വരികയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗം തരാം എന്ന് പറഞ്ഞത് പുതിയതായി നൽകപ്പെടുന്ന ഒരു വാഗ്ദാനമൊന്നുമല്ല. അതും അല്ലാഹു തആല പറയുന്നുണ്ട്, പണ്ട് മുതലേയുള്ള വാഗ്ദാനമാണ്. അത് വാക്കാലുള്ളൊരു കരാർ മാത്രമല്ല, മുമ്പ് മുതലേ തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലും ഒക്കെയായി രേഖപ്പെടുത്തപ്പെട്ടുള്ള ലിഖിതമായ രേഖയാണത്. വെറുതെ പറച്ചിലല്ല, പുതിയ കാര്യമല്ല, മുമ്പ് മുതലുള്ളത്. അപ്പൊ പിന്നെ ഇതിനേക്കാൾ മെച്ചമായ ലാഭമുള്ള വേറെ ഏത് ഇടപാടാണുള്ളത്? അള്ളാഹുവിനെ പോലെ കരാർ പരിപൂർണമായി പാലിക്കുന്ന ആൾ വേറെ ആരാളുള്ളത്? ഒരിക്കലുമില്ലല്ലോ. അതാണ് 111 അള്ളാഹു തആല പറയും. നോക്കാം. أعوذ بالله من الشيطان الرجيم إن الله اشترى من المؤمنين أنفسهم وأموالهم بأن لهم الجنة يقاتلون في سبيل الله فيقتلون ويقتلون وعدا عليه حقا في التوراة والإنجيل والقرآن ومن أوفى بعهده من الله فاستبشروا ببيعكم الذي بايعتم به وذلك هو الفوز العظيم. ഇന്നല്ലാഹ്, നിശ്ചയമായും അല്ലാഹു തആല ഇസ്തറ, വില കൊടുത്തു വാങ്ങിയിരിക്കുന്നു, മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽ നിന്ന്. എന്താ വാങ്ങിയത്? അൻഫുസഹും, അവരുടെ ശരീരങ്ങളെ, അംവാലഹും, അവരുടെ സ്വത്തുക്കളെ. എന്ത് പറഞ്ഞിട്ടാ വാങ്ങിയത്? എന്ത് പകരം തരാന്ന് പറഞ്ഞിട്ടാ വാങ്ങിയത്? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം തരാം എന്ന വ്യവസ്ഥയിൽ. എന്നിട്ട് എന്താണ് അവർ ചെയ്യുക? യുഖാതിലൂന, അവർ യുദ്ധം ചെയ്യുന്നു, ഫീ സബീലില്ലാഹി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഫയഖ്തുലൂന, അവർ അങ്ങനെ ശത്രുക്കളെ വധിക്കുന്നു. വയുഖ്തലൂന, ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വധിക്കപ്പെടുകയും ചെയ്യുന്നു. ചിലപ്പോൾ അവർ അങ്ങോട്ട് ശത്രുക്കളെ കൊല്ലും, ചിലപ്പോൾ അവരിങ്ങോട്ട് ശത്രുക്കൾ ഇവരെ കൊല്ലും. എന്നാണ്, ഇവർ കൊല്ലപ്പെടും, മുഅ്മിനീങ്ങൾ കൊല്ലപ്പെടും. ഈ പറഞ്ഞത് സ്വർഗം തരാം എന്ന വാഗ്ദാനത്തിൽ എന്ന ഉറപ്പിന്മേൽ നിങ്ങളുടെ ശരീരവും സമ്പത്തും വാങ്ങി എന്ന് പറഞ്ഞത് വഅദൻ അലൈഹി ഹഖൻ, ഇത് പിന്നെ അള്ളാഹുവിൻ്റെ ഒരു സത്യവാഗ്ദാനമാണ്. വഅദൻ, ഇതൊരു വാഗ്ദാനമാണ്, അലൈഹി, അള്ളാഹുവിൻ്റെ മേലുള്ള, ഹഖൻ, സത്യമായ എന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സത്യവാഗ്ദാനമാണ്. എവിടെയൊക്കെ ഉള്ള? തൗറാത്തി, തൗറാത്തിലുള്ള, വൽ ഇഞ്ചീലി, ഇഞ്ചീലിലുള്ള, വൽ ഖുർആനി, ഖുർആനിലുമുള്ള. അതായത് തൗറാത്തിലും ഇഞ്ചീലിലും ഖുർആനിലുമുള്ള അള്ളാഹുവിൻ്റെ സത്യവാഗ്ദാനമത്ര ഇത് എന്ന് പറഞ്ഞാൽ തൗറാത്തിലും ഇഞ്ചീലും ഖുർആനൊക്കെ അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഏറ്റെടുത്ത കാര്യമാണെന്നർത്ഥം. വഅദൻ അലൈഹി, അള്ളാഹുവിൻ്റെ മേൽ ഇത് വാഗ്ദാനമാണെന്ന് പറഞ്ഞാൽ ഇത് അള്ളാഹു തആല ഏറ്റെടുത്ത കാര്യമാണ്. എന്നിട്ട് വമൻ ഔഫാ ബിഅഹദിഹി മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ വാഗ്ദാനങ്ങൾ കൃത്യമായി പാലിക്കുന്ന ആൾ ആരുണ്ട്? വമൻ, ആരാണുള്ളത്? ഔഫ, കൃത്യമായി പാലിക്കുന്നവൻ, ബിഅഹദിഹി, അയാൾ ചെയ്ത കരാർ കൊണ്ട്, മിനല്ലാഹി, അള്ളാഹുവിനേക്കാൾ. അപ്പൊ അള്ളാഹുവിനേക്കാൾ കരാർ പാലിക്കുന്ന ആൾ വേറെ ആരാളുള്ളത്? ഇല്ലല്ലോ. അതുകൊണ്ട് ഫസ്തബ്ശിറൂ, നിങ്ങൾ സന്തോഷിക്കണം, ബിബൈഇക്കും, നിങ്ങളുടെ ഇടപാട് കൊണ്ട്, അല്ലദീ ബായഅതും ബിഹി, നിങ്ങൾ അള്ളാഹുവുമായി നടത്തിയ ഈ ഇടപാടിൽ നിങ്ങൾ സന്തോഷിക്കണം. ഇതൊരു ഇടപാടാണ്, ബൈഅാണ്, കച്ചവടമാണ്. സ്വർഗം തരാം എന്ന നിലക്ക് നിങ്ങളുടെ ശരീരവും ദേഹവും അള്ളാഹു തആല പൈസ കൊടുത്ത് വാങ്ങി, അല്ലേ? അപ്പോൾ നിങ്ങൾ അവനുമായി നടത്തി ഈ ഇടപാടിൽ സന്തോഷിക്കണം. വദാലിക ഹുവൽ ഫൗസുൽ അലീം, ഇത് തന്നെയാണ് മഹത്തായ വിജയം. ഇത് നല്ല ഉറപ്പുള്ളൊരു ഇടപാടാണ്, അല്ലേ? വിൽക്കുന്നതാരാണ്? സത്യവിശ്വാസിയാണ്. വാങ്ങുന്നതാരാണ്? അള്ളാഹുവാണ്.
വിലയെന്താണ്? സ്വർഗമാണ്. സാക്ഷികൾ ആരാണ്? മലായിക്കത്തുകളാണ്. ഈടും പ്രമാണവും എന്താണ്? വേദഗ്രന്ഥങ്ങളാണ്. മധ്യസ്ഥനാരാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇങ്ങനെയൊക്കെയാണ് ആ ഇടപാട് നടക്കുന്നത്. ഈ ഇടപാട് നടത്തിയവന് മഹാവിജയം തന്നെയല്ലേ? ഇത് വല്ലാത്തൊരു ഇടപാടല്ലേ? ഈ ആയത്ത് ഇറങ്ങാനൊരു കാരണമുണ്ട് എന്നാണ്. അതായത് അഖബ ഉടമ്പടി എന്നൊരു രഹസ്യ ഉടമ്പടിയെ കുറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അഖബ ഉടമ്പടി, മദീനയിൽ നിന്ന് കുറച്ചാളുകൾ മക്കയിലേക്ക് നേരത്തെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച് അവിടത്തേക്ക് വേണ്ട എല്ലാ സഹായം വാഗ്ദാനം ചെയ്ത കാര്യം, മുസ്ലിങ്ങളുടെ ചരിത്രത്തിൻ്റെ ഗതി തിരിച്ചുവിട്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് അഖബ ഉടമ്പടി. ഈ അഖബ എന്ന് പറഞ്ഞ സ്ഥലം മക്കയുടെയും മിനയുടെയും ഇടയിലുള്ള ഒരു കുന്നിൻ പ്രദേശമാണ്. മക്കയിൽ നിന്ന് ഏകദേശം 7 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് തന്നെ ഈ അഖബ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു എന്നാണ്. ഹജ്ജിൻ്റെ ഭാഗമായി കല്ലെറിയുന്ന ജംറത്തുൽ അഖബ ഈ സ്ഥലത്താണ്. അഖബ ഉടമ്പടി 1 2 ഒന്നാം അഖബ ഉടമ്പടിയുണ്ട്, 2ാം അഖബ ഉടമ്പടിയുണ്ട്. 1ാം അഖബ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഹജ്ജിന് വരുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് പ്രബോധനം ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നുബുവത്തിൻ്റെ 11ാമത്തെ വർഷം യസ്രിബിൽ നിന്ന്, യസ്രിബിൻ്റെ മദീനയുടെ പഴയ പേര് യസ്രിബ് എന്നാണ്, യസ്രിബിൽ നിന്ന് 6 പേരടങ്ങിയ സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പ്രബോധനത്തിൽ ആകൃഷ്ടരാകുകയും അവർ മുസ്ലിമീങ്ങളാവുകയും സ്വഹാബികളായി മാറുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തിന് ശേഷമാണ് മദീനക്ക് മദീന എന്ന പേര് വന്നത്. അതിനു മുമ്പ് യസ്രിബ് എന്നാണ്. ഏതായാലും ഈ ആളുകൾ തിരിച്ച് യസ്രിബിൽ ചെന്നു, പ്രബോധനം നടത്തി. അങ്ങനെ ഒരുപാട് ആളുകൾ മുസ്ലിങ്ങളായി. അടുത്ത വർഷം നബുവത്തിൻ്റെ 12ാമത്തെ വർഷം ഈ സംഘത്തിലെ തന്നെ 5 പേരും വേറെ 7 പേരും അടക്കം 12 ആളുകൾ വന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. പരസ്പരം ശത്രുതയിൽ കഴിഞ്ഞിരുന്ന ഔസ് ഖസ്റജ് ഗോത്രക്കാരായിരുന്നു ഈ 12 ആളുകൾ. ഇവര് വന്ന ആളുകളിൽ 10 പേർ ഖസ്റജ് ഗോത്രക്കാരും 2 പേർ ഔസ് ഗോത്രക്കാരുമായിരുന്നു. അങ്ങനെ ഇവർ വന്ന് അള്ളാഹുവിൻ്റെ റസൂലുമായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഉടമ്പടി ചെയ്തു. ഞങ്ങൾ ശിർക്ക് ചെയ്യൂല, ഞങ്ങൾ വ്യഭിചരിക്കൂല, കള്ളു കുടിക്കൂല, മോഷ്ടിക്കൂല, കുട്ടികളെ കൊല്ലൂല, മറ്റൊരാളെ കുറിച്ച് ദുരാരോപണം പറയൂല, ഏഷന് പറയൂല, ന്യായമായ കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധിക്കരിക്കൂല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവരെന്തായി? ഉടമ്പടി ചെയ്തു. അങ്ങനെ ഇവരുടെ ആവശ്യപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവർ തിരിച്ചു പോയപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ ഇവരെ കൂടെ പറഞ്ഞയച്ചു. അവർക്ക് മദീനയിൽ ചെന്ന് ദീന് പഠിപ്പിച്ചു കൊടുക്കാനും അവിടെയുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും ഒക്കെ. ഇതാണ് 1ാം അഖബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മദീനയിലെത്തി. അവിടെ നന്നായി പ്രവർത്തിച്ചു. 1 വർഷത്തിനുള്ളിൽ തന്നെ ഒരു മുസ്ലിമെങ്കിലും ഇല്ലാത്ത വീട് യസ്രിബിൽ ഇല്ലാതെയായി. കാരണം എല്ലാ വീട്ടിലും ഒരു മുസ്ലിമെങ്കിലും ഉണ്ടാവും, ഒരു മുസ്ലിം എങ്കിലും ഉണ്ടാവും. അത്രയും ഉഷാറായി മുസ്അബ് റളിയല്ലാഹു അൻഹു ദീന ദഅവത്ത് നടത്തി. അങ്ങനെ അടുത്ത വർഷം, അതായത് നുബുവത്തിൻ്റെ 13ാമത്തെ വർഷം ഹജ്ജിന് മദീനയിൽ നിന്നും 75 മുസ്ലിമീങ്ങൾ മക്കയിലെത്തി. 75 ആളുകൾ. ഖസ്റജ് ഗോത്രത്തിലെ 62 പുരുഷന്മാരും 2 സ്ത്രീകളും, ഔസ് ഗോത്രത്തിലെ 11 പുരുഷന്മാരും, ഇങ്ങനെ 72 ആളുകൾ, 75 ആളുകൾ. ഇവര് പരിശുദ്ധമായ ദുൽഹിജ്ജ 12-ന് അർദ്ധരാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അഖബയിൽ വെച്ച് കണ്ടുമുട്ടി. ഇതാണ് 2ാം അഖബ ഉടമ്പടി. ഈ 2ാം അഖബ ഉടമ്പടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾ പറഞ്ഞത്രേ, അള്ളാഹുവിന് വേണ്ടിയും അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് കൽപ്പിക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രതികരിച്ചത്രേ, അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനോട് മറ്റൊന്നിനെയും നിങ്ങൾ പങ്കുചേർക്കരുത്. അതുപോലെ എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, സ്വന്തത്തിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ തിന്മകളെ ഉപരോധിക്കുമോ അതൊക്കെ എനിക്ക് വേണ്ടിയും നിങ്ങൾ ഉപരോധിക്കണം. അത് നിങ്ങളെ തടയുന്ന, നിങ്ങൾ സ്വന്തത്തെ ഉപരോധിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ആ വിഷയത്തിലൊക്കെ എന്നെയും നിങ്ങൾ ഉപരോധിക്കണം എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങൾ സംരക്ഷിക്കണം എന്നർത്ഥം. ഇത് മാത്രമേ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ അബ്ദുള്ള തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഞങ്ങൾക്ക് എന്ത് പ്രതിഫലമുണ്ടാകും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗമുണ്ടാകും. ഈ മറുപടി പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ ഉറക്കെ പ്രഖ്യാപിച്ചത്രേ, മാഷാ അല്ലാഹ്, ഈ കച്ചവടം ലാഭകരമാണ്, ഈ കച്ചവടത്തിൽ നിന്ന് ഇനിമേൽ ഞങ്ങൾ പിന്മാറില്ല. ഈ സമയത്താണത്രേ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആയത്തിറങ്ങിയത്, ഇന്നല്ലാഹ അശ്തറാ മിനൽ മുഅ്മിനീന എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങിയത്. മാഷാ അല്ലാഹ്. ഈ ഉടമ്പടിയിലെ വ്യവസ്ഥകൾ അനുസരിച്ച്
സ്വർഗം ലഭിക്കാൻ ഭാഗ്യമുണ്ടാകുന്ന സത്യവിശ്വാസികളായ ആളുകളുടെ പ്രത്യേകതകളും സ്വഭാവങ്ങളും എന്തൊക്കെയായിരിക്കും എന്ന് അല്ലാഹു തആല അടുത്ത പേജിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ പഠിക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. ആമീൻ. നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി 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 റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും പഠിച്ചതുമെല്ലാം നീ സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യണം. അല്ലാഹ് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയത് മാറ്റണേ തമ്പുരാനെ. റഹ്മാന റബ്ബേ, ഞങ്ങളെല്ലാവരുടെയും തെറ്റുകുറ്റങ്ങൾ പുറത്ത് മാപ്പാക്കി തരണം. അല്ലാഹ് ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, ഇതിന് റെഫർ ചെയ്യുന്നവർ, ഇതിന് അധ്വാനിക്കുന്നവർ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണം തമ്പുരാനെ. ഞങ്ങളെല്ലാവരുടെയും ആക്കബത്ത് നന്നാക്കി തരണം റഹ്മാനെ. പടച്ചവനെ, മരണത്തിന് ശേഷം എല്ലാ ഘട്ടങ്ങളും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരണം റഹ്മാനെ. ഹിസാബില്ലാതെ സാബിഖ് അദാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. എല്ലാവരും ദുആ ചെയ്യണം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.